തനോസ് കിച്ചണിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകം മുഴുവൻ കൊറോണ വൈറസ് ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോഗ്യ മേഖലയിലും അതുപോലുള്ള സന്നദ്ധ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഒരു വലിയ നന്ദി അറിയിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല സമാധാനത്തോടെ കുക്ക് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനാണ്. രാവിലെ ഇന്ന് ഞാൻ വെള്ളയപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ സവാളയും ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതുപോലെ നമ്മൾ നെട്ടൊക്കെ കളഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം കാലം അത് കേടുകൂടാതെ എനിക്ക്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ അത് പെട്ടെന്ന് കെട്ടുപോവില്ല. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ പുഴുങ്ങാനായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ തേങ്ങ ചിരകി നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പണി എളുപ്പത്തിൽ കഴിഞ്ഞ് കിട്ടും. തേങ്ങ ഒരുമിച്ച് ഒരു 2-3 എണ്ണമൊക്കെ ചിരകി ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുക്ക് ചെയ്യുന്നതിന് കുറച്ച് നേരം മുന്നേ അതൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷം മാത്രം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറില്ല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എന്തായാലും കറിയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് വെള്ളയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണ് ഞാൻ ഈസ്റ്റൊന്നും ചേർക്കാതെ ഇത്ര നന്നായിട്ട് പുളിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എഴുന്നേറ്റ് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ അവർക്കുള്ളത് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കുസ്ക റൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ബസ്മതി അരി അല്ലെങ്കിൽ കൈമാരി ഉപയോഗിക്കാം. ഞാനിവിടെ കൈമാരിയാണ് എടുത്തിട്ടുള്ളത്. സെല്ല റൈസും നിങ്ങളുടെ കയ്യിൽ ഉള്ള റൈസ് ഉപയോഗിക്കാം. അപ്പോൾ അരി നന്നായി കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. സവാള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലും തയ്യാറാക്കാം. കുക്കറിലാണെങ്കിൽ ഒരു വിസിലിന് നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം പട്ട,
ഒരു തക്കോലം, 2-3 ഗ്രാമ്പൂ. ഗ്രാമ്പൂവിൻ്റെ അളവൊന്നും കൂടി പോകണ്ട, അപ്പോൾ അതിൻ്റെ ഒരു കുത്തുണ്ടാവും നമ്മുടെ ഈ ചോറിന്. പിന്നെ ഒരു ബേ ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. ബേ ലീഫ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നെടുകെ കീറി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, എൻ്റെ കയ്യിൽ പുതിനയില ഇല്ലായിരുന്നു. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടി കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. നല്ല ഫ്രഷ് പുതിനയില വേണം. വാടിയ പുതിനയില ആണെങ്കിൽ അത് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചെറുനാരങ്ങ വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചെറുനാരങ്ങ. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക. കുക്കിംഗ് ടൈം ആണെങ്കിലും അതിനുവേണ്ടി സമയം കണ്ടെത്തുക കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ നമ്മുടെ സവാള, ഇഞ്ചിയും പച്ചമുളകെല്ലാം നന്നായിട്ട്, പച്ചമുളകല്ല സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടി വരണം. തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഞാനതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും അതും ഒന്ന് കാണാം. തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. ബിരിയാണി മസാല ഇല്ലാത്തവർ ഗരം മസാല ചേർത്താലും മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ എല്ലാം റോസ്മെല്ല് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഇതിനായിട്ട് വേണ്ടത്. തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ കഴുകി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ള, കുതിരാൻ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിയും മസാലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ അരി ഏത് പാത്രത്തിലാണോ അളന്നത് അതിന്റെ ഡബിൾ അളവ് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കൈമാരി ആണെങ്കിൽ കുറച്ചുകൂടി വേവ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. കുതിർത്താലും ഞാൻ ഇതിന്റെ ഇരട്ടി വെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ചു വെച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഞാനിവിടെ ചിക്കനും കൂടി സൈഡിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ അരി ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വേവാനായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ. പാത്രം അടപ്പ് തുറന്നിട്ടൊന്ന് നോക്കണം നമ്മുടെ അരി എന്തോരം വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.